അനന്യയെ പോലെ നിരവധി പേരുണ്ടിവിടെ. പ്രതിബന്ധങ്ങളെ കരുത്തോടെ മറികടക്കാൻ മനക്കരുത്തോടെ ശ്രമിക്കുന്നവർ. അവർക്ക് താങ്ങായി അവരുടെ മാതാപിതാക്കളും. നമുക്കൊപ്പം ഇവരെയും ചേർത്തു പിടിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്പർശം എന്ന പ്രചരണ പരിപാടിയിലൂടെ സെന്റർ ഫോർ ഓട്ടിസം ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരെ കൂടെ നിർത്തി പരിചരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി KS ചിത്ര. സാധാരണ കുഞ്ഞുങ്ങൾക്കെന്ന പോലെ എല്ലാ പാഠ്യസൗകര്യങ്ങളും സർക്കാർ ഇവർക്കും ഒരുക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളാക്കി മാറ്റിയേ മതിയാകൂ. അത് ഇവർക്ക് ഈ രംഗത്ത് വലിയ സേവനം ചെയ്യുന്നവർക്ക് ഒരു വലിയ പ്രയോജനകരമായി തീരും. ആശംസകളും ആദരവുമെല്ലാം കഴിഞ്ഞപ്പോൾ അതിഥികൾക്ക് മുൻപിൽ കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ. അതും ആസ്വാദകർക്ക് ഏറെ ഹൃദ്യമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.